നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. നമ്മുടെ സിലബസിൽ കല, സംസ്കാരം, കായികം എന്ന ആ ഒരു മേഖലയിൽ നിന്നും പഠിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് സാഹിത്യം ഉൾപ്പെടെ. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ മലയാളികൾ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആയതിൻ്റെ എണ്ണം അറിയാമായിരിക്കും. ആറ് പേർക്കാണ് മലയാളികളായ വ്യക്തികൾക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇവർ ആറുപേരുമായി ബന്ധപ്പെടുത്തി കേരള PSC ഇന്നോളം ചോദിച്ച ചോദ്യങ്ങൾ PSC ബുള്ളറ്റിനിൽ ഉൾപ്പെടെ വന്നിട്ടുള്ളവ പരീക്ഷയ്ക്കായിട്ട് നമ്മൾ പഠിക്കുകയാണ്. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ക്ലാസ്സിന്റെ PDF നമ്മുടെ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നൽകും. ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് എഴുതി സെർച്ച് ചെയ്താൽ മതി, ജോയിൻ ചെയ്യാം. എംഫേവർ ആപ്പിനുള്ളിലും അവൈലബിൾ ആയിരിക്കും. ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് കടക്കാം. ജ്ഞാനപീഠ പുരസ്കാരമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രധാന കാര്യമാണ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണ് ജ്ഞാനപീഠം എന്ന് പറയുന്നത്. അല്ലെ? ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ തന്നെ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ശാന്തി പ്രസാദ് ജെയിനാണ്. ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം 1961. എന്നാൽ ഇത് ആദ്യമായി നൽകിയ വർഷം 65-ലാണ്. അത് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനപീഠം ഏർപ്പെടുത്തിയ വർഷം 1961 എങ്കിൽ അത് നൽകിയ വർഷം 1965-ലാണ്. ആർക്കാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? G. ശങ്കരക്കുറുപ്പിനാണ് കേട്ടോ. G. ശങ്കരക്കുറുപ്പിനാണ്. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ നിലവിലെ സമ്മാനത്തുക 11 ലക്ഷം രൂപയാണ്. കൂടാതെ നമ്മുടെ ഭരണഘടനയിലെ 8-ാം ഷെഡ്യൂൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഭരണഘടനയിലെ 8-ാം ഷെഡ്യൂളിൽ അഥവാ പട്ടികയിൽ ഉൾപ്പെടുത്തിയ 22 ഭാഷകളും കൂടാതെ ഇംഗ്ലീഷ് മേഖലയിൽ നിന്നും നല്ല സാഹിത്യ കൃതികൾക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് ജ്ഞാനപീഠം നൽകി തുടങ്ങിയ വർഷമാണ് 1982. അതിനു മുൻപ് വരെ എഴുത്തുകാരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരുന്നത്. അപ്പോൾ 82-ന് ശേഷം നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അവാർഡ് കിട്ടിയ വ്യക്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ അവർക്ക് സാഹിത്യത്തിൽ അവർ നൽകിയ സമഗ്ര സംഭാവനയുമായി ബന്ധപ്പെടുത്തിയാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ആദ്യ വ്യക്തിയെ കുറിച്ച് പഠിക്കാം. G. ശങ്കരക്കുറുപ്പ്. മലയാള സാഹിത്യത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നു G. ശങ്കരക്കുറുപ്പ്. ജനനം 1901 എറണാകുളം ജില്ലയിലെ കാലടിയിലെ ഒരു ചെറിയ ഒരു ഗ്രാമം, നയത്തോട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1965 ഓടക്കുഴൽ എന്ന കൃതിയിലൂടെ ആദ്യത്തെ ജ്ഞാനപീഠം നേടിയ വ്യക്തിയായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓടക്കുഴൽ പുരസ്കാരം. ഈ പറയുന്ന 1965 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം നേടിയതിന് കാരണമായ കൃതി എന്ന് പറയുന്നത് ഓടക്കുഴലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. അതായത് മലയാള സാഹിത്യവുമായി ബന്ധപ്പെടുത്തി 1969 G. ശങ്കരക്കുറുപ്പിനോടുള്ള G. ശങ്കരക്കുറുപ്പ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. അപ്പോ ഓടക്കുഴൽ പുരസ്കാരം G. ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ വർഷം 1969. അത് ഈ പറയുന്ന പുരസ്കാരം എന്താണ്? പുരസ്കാരം ലഭിച്ചതിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഒരു മലയാള സാഹിത്യ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. അത് നമ്മൾ കറണ്ട് അഫെയർ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ 2022 ഓടക്കുഴൽ പുരസ്കാരം നേടിയ വ്യക്തി അംബികാസുധൻ മങ്ങാടാണ്. അദ്ദേഹത്തിന്റെ കൃതി എന്ന് പറയുന്നത് പ്രാണവായു. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കറണ്ട് അഫെയറിനെ ഒന്ന് കണക്ട് ചെയ്തെന്ന് മാത്രമല്ല G. ശങ്കരക്കുറുപ്പിന്റെ പ്രധാന സാഹിത്യ കൃതികൾ എന്ന് പറയുന്നത് PSC മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളവ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാഹിത്യ കൗതുകം, സൂര്യകാന്തി ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. ഇതളുകൾ,
നവാതിഥി, പൂജാപുഷ്പം, സന്ധ്യാരാഗം, ഏറ്റവും പ്രധാനം കൂട്ടത്തിലെ കേമൻ എന്ന് പറയുന്നത് വിശ്വദർശനം, നിമിഷം, പതികന്റെ പാട്ട്. ഓക്കെ, അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ ഒന്നിലധികം തവണ ചോദിച്ചിട്ടുള്ളത് സൂര്യകാന്തിയും വിശ്വദർശനവുമാണ്. കാരണം 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് വിശ്വദർശനം എന്നുള്ളത്. 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണ് വിശ്വദർശനം. ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ ഏത് എന്ന് ചോദിച്ചാൽ ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ ഓളങ്ങളിൽ. അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ച വർഷം 1968. അദ്ദേഹം 10 വർഷം കഴിഞ്ഞ് അന്തരിക്കുകയും ചെയ്തു. പത്മഭൂഷൺ ലഭിച്ച് 10 വർഷം കഴിഞ്ഞ് അന്തരിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ പ്രധാനമാണ്. മലയാള സാഹിത്യത്തിലെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നു. 1901 എറണാകുളം ജില്ലയിലെ കാലടി ഒരു ഗ്രാമമായ നായത്തോട്ടിൽ അദ്ദേഹം ജനിക്കുന്നു. 1965 ഓടക്കുഴൽ എന്ന കൃതിയിലൂടെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം നേടിയതിന്റെ സ്മരണാർത്ഥം 1969 ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തി. പ്രധാന കൃതികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പഠിക്കേണ്ടത് 1 സൂര്യകാന്തി, 2 വിശ്വദർശനം. കാരണം വിശ്വദർശനത്തിന് എന്താണ് സംഭവിച്ചത്? 1961 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. പത്മഭൂഷൺ ലഭിച്ച് 1968. 10 വർഷത്തിന് ശേഷം അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ജി ശങ്കരക്കുറുപ്പിന് ശേഷം ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം നേടിയ വ്യക്തിയാണ് എസ്.കെ. പൊറ്റക്കാട്. മലയാളത്തിൽ സഞ്ചാര സാഹിത്യത്തെ വളർത്തിയെടുത്ത സാഹിത്യകാരൻ അല്ലെ. അദ്ദേഹം ഒരുപാട് യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. 1913 കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ ജനനം. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ കേരള PSC പണ്ട് കാലം മുതലേ ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ് ഒരു ദേശത്തിന്റെ കഥയും ഒരു തെരുവിന്റെ കഥയും. ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്നത് ഈ പറയുന്ന അതിരാണിപ്പാട് ഗ്രാമവുമായി ബന്ധപ്പെടുത്തി ശ്രീധരൻ എന്ന യുവാവ് അദ്ദേഹം ജനിച്ചു വളർന്ന അതിരാണിപ്പാടം ഗ്രാമം സന്ദർശിക്കാനായി എത്തുന്നതും തന്റെ ബാല്യകാലത്ത് അവിടെ നടന്ന സംഭവങ്ങൾ ഓർക്കുന്നതുമാണ് പ്രമേയം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു തെരുവിന്റെ കഥ എന്ന് യാത്രാ വിവരണം എഴുതിയിരിക്കുന്നതും എസ്.കെ. പൊറ്റക്കാടാണ്. അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന തെരുവ് കോഴിക്കോട് മിഠായി തെരുവാണ്. അത് PSC എടുത്തു ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഇവിടെ 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഒരു ദേശത്തിന്റെ കഥ. അവിടുത്തെ കേന്ദ്ര കഥാപാത്രം ശ്രീധരൻ. അവിടെ ദേശം എന്ന് പറയുന്നത് അതിരാണിപ്പാടം ഗ്രാമമാണ്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന യാത്രാ വിവരണങ്ങൾ മിക്കതും കേരള PSC ചോദ്യമായിട്ടുണ്ട്. നൈൽ ഡയറി, യൂറോപ്പിലൂടെ, പാതിരാ സൂര്യന്റെ നാട്ടിൽ ഒട്ടനവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ബാലിദ്വീപ്, ലണ്ടൻ നോട്ട്ബുക്ക്, സഞ്ചാര സാഹിത്യം, സിംഹഭൂമിയൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ കേരള PSC ഒട്ടനവധി തവണ ഈ പറഞ്ഞിരിക്കുന്നതിൽ 90% കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? നൈൽ ഡയറി, യൂറോപ്പിലൂടെ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ബാലിദ്വീപ്, ലണ്ടൻ നോട്ട്ബുക്ക്, സഞ്ചാര സാഹിത്യം എന്ന് പറയുമ്പോൾ തന്നെ എസ്.കെ. പൊറ്റക്കാടിന്റെ പേര് ഇവിടെ വരും. സിംഹഭൂമി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട യാത്രാ വിവരണങ്ങൾ എന്ന് പറയുന്നത് എസ്.കെ. പൊറ്റക്കാടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ 1962 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ച നോവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യാത്രാ വിവരണം എന്ന് പറയുന്നത് ഒരു തെരുവിന്റെ കഥയാണ്. ഓക്കെ, മിഠായി തെരുവ്. ഇനി 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത ഒരു ദേശത്തിന്റെ കഥയ്ക്ക് തന്നെയാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുള്ളത്. എസ്.കെ. പൊറ്റക്കാടിന്റെ ആത്മകഥ എന്റെ വഴിയമ്പലങ്ങൾ. ഇനി ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയട്ടെ, 1957 തലശ്ശേരിയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റുപോയ വ്യക്തിയാണ് എസ്.കെ. പൊറ്റക്കാട്. അദ്ദേഹം തിരിച്ചു വന്ന് വീണ്ടും തലശ്ശേരിയിൽ നിന്ന് തന്നെ 1962 കോൺഗ്രസിന്റെ അന്നത്തെ സ്ഥാനാർത്ഥിയായ സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തി ലോക്സഭയിലെത്തി. അപ്പോൾ ആദ്യകാലങ്ങളിൽ നേരിട്ടുള്ള ഇലക്ഷനിലൂടെ ലോക്സഭയിലെത്തിയ ഏതാനും സാഹിത്യകാരന്മാരിൽ ഒരാൾ മാത്രമാണ് എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്നത്. 1982 അദ്ദേഹം അന്തരിച്ചു. ഓക്കെ, അപ്പോ എസ്.കെ. പൊറ്റക്കാടുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
മലയാളത്തിൽ സഞ്ചാര സാഹിത്യത്തെ വളർത്തിയെടുത്ത സാഹിത്യകാരൻ. ജനനം 1913 കോഴിക്കോട്. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രം ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ദേശം എന്ന് പറയുന്നത് അതിരാണിപ്പാടം ഗ്രാമം. ഇനി ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുണ്ട്. നൈൽ ഡയറി, യൂറോപ്പിലൂടെ, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ബാലിദ്വീപ്, ലണ്ടൻ നോട്ട്ബുക്ക്, സഞ്ചാര സാഹിത്യം, സിംഹഭൂമി എന്നിവയൊക്കെയാണ്. എല്ലാം വളരെ പ്രധാനമാണ്. എല്ലാം നമ്മൾ ജി ശങ്കരക്കുറുപ്പിന്റെ കാര്യത്തിൽ എടുത്തു പറഞ്ഞത് വിശ്വദർശനവും അതുപോലെ തന്നെ സൂര്യകാന്തിയുമാണെന്നുള്ള കാര്യവും മറക്കരുത്. 1962 PSC ചോദ്യമാണ്. ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തത് ഒരു തെരുവിന്റെ കഥ, മിഠായി തെരുവുമായി ബന്ധപ്പെട്ട്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി 73 നേടിക്കൊടുത്തത് ഒരു ദേശത്തിന്റെ കഥ, അതിന് തന്നെ 80 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ വഴിയമ്പലങ്ങൾ 1962 ലോക്സഭയിലെത്തി സുകുമാർ അഴീക്കോടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1982 എന്ത് ചെയ്തു? 1982 അദ്ദേഹം അന്തരിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോ നമ്മൾ രണ്ടുപേരെ കുറിച്ച് പഠിച്ചു. ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചും എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള PSC ഇന്നോളം ചോദിച്ച മിക്ക ചോദ്യങ്ങളും നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് പോവേണ്ട സമയമായിട്ടുണ്ട്. അത് ആരാണ് അടുത്തതായിട്ട് നേടിയെടുത്തത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. തകഴി ശിവശങ്കര പിള്ളയാണ്. അതായത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ തന്നെ ഈ പറയുന്ന കുട്ടനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി സാഹിത്യ രചനകൾ നടത്തിയ ഒരു മഹാനായ ഒരു സാഹിത്യകാരനാണ് തകഴി എന്ന് പറയുന്നത്, അല്ലെ? കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ജനനം 1912 ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ്. ഏറ്റവും പ്രധാനം ഇദ്ദേഹത്തിന്റെ മിക്ക നോവലുകളും സിനിമയാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം എടുത്തു പറയാം, ദേശീയ പുരസ്കാരം വരെ ലഭിച്ച ചെമ്മീൻ, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. 1984 1965 ജി ശങ്കരക്കുറുപ്പിനെ ലഭിച്ചത്. 1980 എസ്.കെ. പൊറ്റക്കാടിന് ലഭിക്കുന്നത്. 84 കയർ എന്ന നോവലിന് തകഴിക്ക് ജ്ഞാനപീഠ ലഭിച്ചത്. 250 വർഷത്തെ കുട്ടനാടിന്റെ ചരിത്രമാണ് ഈ നോവലിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോ ഒരു ദേശത്തിന്റെ കഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ അതിരാണിപ്പാട ഗ്രാമമായി ബന്ധപ്പെടുത്തി ശ്രീധരൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ മുൻനിർത്തിയാണ് അവിടെ ഈ പറയുന്ന യാത്രാ വിവരണ ഗ്രന്ഥം സൃഷ്ടിച്ചത്. ആര്? എസ്.കെ. പൊറ്റക്കാട്. ഇതെല്ലാം PSC ചോദ്യമാണ്. ഇതിലെ കേന്ദ്ര കഥാപാത്രവുമായി ബന്ധപ്പെടുത്തി ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ പറയുന്ന MTയുടെ ചില പ്രധാനപ്പെട്ട നോവലിൽ നിന്നാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ തവണ കേരള PSC ചോദിച്ചിട്ടുള്ളത്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കും. ഇവിടെ 250 വർഷത്തെ കുട്ടനാടിന്റെ ചരിത്രം പശ്ചാത്തലമാക്കിയ കയർ എന്ന നോവലിനാണ് 1984 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. പ്രധാന നോവലുകൾ ചെമ്മീൻ അല്ലെ, പ്രോൺസ്. ചെമ്മീൻ എന്നിട്ട് സിനിമയാക്കി അത് ദേശീയ പുരസ്കാരം വരെ ലഭിച്ചു, അല്ലെ? ചെമ്മീൻ ഒരു റൊമാൻറ്റിക് ട്രാജഡി ഫിലിമാണ്, അല്ലെ? കറുത്തമ്മയുടെ ഒരു കഥ പറയുന്ന റൊമാൻറ്റിക് ട്രാജഡി മൂവിയാണ് ചെമ്മീൻ. അപ്പോ അതുപോലെ തോട്ടിയുടെ മകൻ വളരെ പ്രധാനമാണ്. അതുപോലെ രണ്ടിടങ്ങരി, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ, ഇതെല്ലാം PSC ചോദിച്ചിട്ടുണ്ട്. ഒന്ന് പോലും വിടാതെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ നോവലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചെമ്മീൻ, തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങാഴി, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ. നമ്മൾ വെറുതെ തമാശെങ്കിലും അനുഭവങ്ങൾ പാച്ചാളികൾ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ തമാശക്കെങ്കിലൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇനി ഏറ്റവും പ്രധാനം 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് നേടിക്കൊടുത്ത നോവലാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. അതേ വർഷം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു. എന്ത്? ഏണിപ്പടികൾ എന്ന് പറയുന്ന. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകൾക്കൊക്കെ എന്താണ്? ഈ പറയുന്ന ആളുകൾക്കൊക്കെ അവാർഡുകൾ ഒട്ടനവധി അവാർഡുകൾ ലഭിച്ചു കൂട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് എല്ലാവർക്കും തന്നെ, നമ്മൾ ഈ പഠിക്കുന്ന എല്ലാവർക്കും തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഇതെല്ലാം അവർക്ക് ലഭിച്ച് അവർ ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ
1957 കേന്ദ്ര സാഹിത്യ അക്കാദമിയും 1965 കേരള സാഹിത്യ അക്കാദമി എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. 1965 57 അല്ല 65 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പോ ഇനി 1984 വയലാർ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. അതേ വർഷം തന്നെ ഏത് കയർ എന്ന നോവൽ, അതേ വർഷം തന്നെ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. അപ്പോ വയലാർ പുരസ്കാരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടതാണല്ലോ. എന്താണ് വയലാർ പുരസ്കാരം? ഏത് വർഷമാണ് അത് ഏർപ്പെടുത്തുന്നത്? 1977 വയലാർ രാമവർമ്മയോടുള്ള സ്മരണാർത്ഥം അല്ലെ, ഏറ്റവും വളരെ മഹാനായ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം. സിനിമകളിൽ പാട്ടൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് വയലാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ശരിക്കും കേരള PSC വയലാർ പുരസ്കാരമായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഏത് ദിനത്തിലാണ് വയലാർ പുരസ്കാരം നൽകപ്പെടുന്നത്? വയലാർ രാമവർമ്മയുടെ മരണം നടന്നിരിക്കുന്നത് ഒക്ടോബർ 27 അല്ലെ. അപ്പൊ ആ ഒരു ദിവസത്തിലാണ് വയലാർ പുരസ്കാരം നൽകുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന വയലാർ പുരസ്കാരം എന്താണ്? ഈ പറയുന്ന വയലാർ പുരസ്കാരം നമ്മുടെ തകഴിക്ക് ലഭിക്കുന്ന വർഷം 84 കയർ എന്ന നോവലിന്. ഇതേ വർഷം തന്നെ ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. പത്മഭൂഷൺ നേടിയിരിക്കുന്ന വർഷം, തൊട്ടടുത്ത വർഷം പത്മഭൂഷണും കേന്ദ്ര സർക്കാർ നൽകി. ഇനി 85 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 1994 എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരം? എഴുത്തച്ഛൻ പുരസ്കാരം ഏത് വർഷമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏർപ്പെടുത്തിയത്? 1993 അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം. ഇത് നൽകുന്നത് കേരള സാഹിത്യ അക്കാദമി ഏർപ്പെടുത്തുന്ന ഒരു പ്രധാന പുരസ്കാരമാണ് കേട്ടോ, ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെ. തുഞ്ചത്ത് എഴുത്തച്ഛന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ 1993 ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് നൽകപ്പെടുന്നത്. ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യ ജേതാവ്. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കറണ്ട് അഫെയറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2023 ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് SK വസന്തൻ. 2023 ഈ ഒരു പുരസ്കാരം നേടിയിരിക്കുന്നത് SK വസന്തനാണ്. ഓക്കെ, അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരം തകഴിക്ക് ലഭിച്ച വർഷം 1994. ഇദ്ദേഹം അന്തരിച്ചിരിക്കുന്നത് 1999. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കാം. കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നു. ജനനം 1912. 84 കയർ എന്ന നോവലിന് തകഴിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നു. പ്രധാന നോവലുകൾ ഞാൻ പറഞ്ഞു: ചെമ്മീൻ, തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടികൾ, അനുഭവങ്ങൾ, പാളിച്ചകൾ. 57 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ചെമ്മീൻ. 65 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ ഏണിപ്പടികൾ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 84 വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ കയർ. അതേ വർഷം ജ്ഞാനപീഠവും ലഭിച്ചു. തൊട്ടടുത്ത വർഷം പത്മഭൂഷൺ ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത്, എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തിൽ ഒരു വ്യക്തി നൽകിയിട്ടുള്ള സംഭാവനയുമായി ബന്ധപ്പെടുത്തിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. ഒരു പ്രത്യേക കൃതിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത് കൃതി വെച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 1994. അദ്ദേഹം അന്തരിച്ചതോ 1999. അപ്പൊ 3 പേര് കഴിഞ്ഞു. ഇനി MT വാസുദേവൻ നായരാണ്. ഇപ്പോ ആകെ മൊത്തം 6 പേര് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഒരേ ഒരാളാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അല്ലെ. നിളയുടെ കഥാകാരൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് MT എന്നതിന്റെ പൂർണ്ണനാമം. ജനനം 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ. സാഹിത്യത്തിൽ ഇദ്ദേഹത്തിന് സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന് പറയുന്നത് ഫ്രഞ്ച് എഴുത്തുകാരനായ അലക്സാണ്ടർ ഡ്യൂമസ് ആണ്. ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 1995. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു 82 മുന്നേ വരെ ഒരു സാഹിത്യകാരന് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പുരസ്കാരം നൽകിയതെങ്കിൽ 82 മുതൽ സാഹിത്യത്തിനോടുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ ലഭിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു കൃതിയുമായി ബന്ധപ്പെടുത്തിയല്ല, സാഹിത്യത്തിൽ സമഗ്ര സംഭാവനയുമായി ബന്ധപ്പെടുത്തിയാണ്. ഇദ്ദേഹത്തിന്റെ നോവലുകളെല്ലാം കേരള PSC ചോദ്യമാണ്. മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, അറബിപ്പൊന്ന്, രണ്ടാമൂഴം, വാരണസി, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടേടത്തി. അപ്പോ
ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാം ഊഴത്തിലെ ഭീമൻ. അതായത് ഇദ്ദേഹത്തിന്റെ നോവലുകളിലെ കഥാപാത്രമെല്ലാം കേരള PSC ട്രെൻഡിങ് ചോദ്യങ്ങളാണ്. രണ്ടാം ഊഴത്തിലെ ഭീമൻ, മഞ്ഞ് എന്ന നോവലിലെ വിമല, കാലം എന്ന നോവലിലെ സേതു, ഇത് മൂന്നും അടുപ്പിച്ചടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട് PSC മത്സര പരീക്ഷകളിൽ. പ്രധാനമായിട്ടും നോക്കുകയാണെങ്കിൽ ഈ LDC തല പരീക്ഷകളിൽ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. ഡിഗ്രി ലെവലിലും ചോദിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന രീതിയിൽ സാഹിത്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങിയത് തന്നെ കേരള PSCയുടെ പരിഷ്കരിച്ച സിലബസ് പ്രകാരമാണ് അല്ലെ. ഇനി 1958 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത ഇദ്ദേഹത്തിന്റെ നോവൽ എന്ന് പറയുന്നത് നാലുകെട്ടാണ്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തതോ കാലം. ഓക്കെ, കാലം എന്ന് പറയുന്ന നോവലിനാണ്. ഇനി 1985 വയലാർ പുരസ്കാരം നേടിക്കൊടുത്തു രണ്ടാം ഊഴത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്? ഭീമനാണ് അല്ലെ, ഭീമൻ. അപ്പോ നമ്മുടെ വയലാർ പുരസ്കാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, പക്ഷെ അതിനെ നമുക്ക് കറണ്ട് അഫയറുമായിട്ടൊന്ന് കണക്ട് ചെയ്താലോ അല്ലെ. 2023 വയലാർ പുരസ്കാരം നേടിയ വ്യക്തി സ്ഥിരം കഴിഞ്ഞ ഒരു കൊറോണ കാലഘട്ടം മുതൽ ഏത് അവാർഡ് എടുത്താലും അത് പുള്ളിക്ക് കിട്ടിയിരിക്കും. പുള്ളി റെക്കോർഡാണ്. 2022 മീശ എന്ന കൃതിക്ക് S ഹരീഷിന് ലഭിച്ചു. 2023 ജീവിതമൊരു പെണ്ടുലം എന്ന കൃതിക്ക് ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ, ശ്രീകുമാരൻ തമ്പി. ഇനി 1993 ഓടക്കുഴൽ പുരസ്കാരം നേടിയ ഇദ്ദേഹത്തിന്റെ നോവൽ എന്ന് പറയുന്നത് വാനപ്രസ്ഥമാണ്. വള്ളത്തോൾ പുരസ്കാരം 2005 നേടി. വള്ളത്തോൾ പുരസ്കാരത്തെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. വള്ളത്തോൾ പുരസ്കാരം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ഏർപ്പെടുത്തിയ വർഷം 1991 അത് ആദ്യമായിട്ട് നേടിയിരിക്കുന്നത് പാല നാരായണൻ നായർ. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് വള്ളത്തോൾ പുരസ്കാരം ഒക്കെ എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് 2019 സക്കറിയക്കൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നോക്കാം. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം 2011 ഇദ്ദേഹത്തിന് ലഭിച്ചു. പത്മഭൂഷൺ നേടിയ വർഷം 2005. ആരും തന്നെ പത്മവിഭൂഷൺ നേടിയിട്ടില്ല കേട്ടോ. ഈ പറയുന്നവരിൽ ആരും തന്നെ പത്മവിഭൂഷൺ നേടിയിട്ടില്ല. ഏറ്റവും മാക്സിമം നേടിയിരിക്കുന്നത് പത്മഭൂഷണാണ്. ഇനി കേരള സർക്കാർ നൽകുന്ന കേരളശ്രീ അവാർഡ്, അതായത് പത്മഭൂഷൺ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പത്മ പുരസ്കാരം എന്ന് പറയുന്നത് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നിവയല്ലേ. അതിനോട് അതേ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേരള പുരസ്കാരം, കേരളശ്രീ, കേരള ജ്യോതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ കേരള ജ്യോതി പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. 2022 ഇദ്ദേഹത്തിന് ലഭിച്ചു. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു നോക്കാം. നിലയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു MT വാസുദേവൻ നായർ. MT എന്ന് പറഞ്ഞാൽ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. ജനനം 1933 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിൽ. ഇദ്ദേഹത്തിനെ സ്വാധീനിച്ച ഫ്രഞ്ച് എഴുത്തുകാരൻ അലക്സാണ്ടർ ഡ്യൂമസ് ആണ്. ജ്ഞാനപീഠം ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് 95 സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ട്. പ്രധാനപ്പെട്ട നോവലുകൾ മഞ്ഞ്, കാലം, നാലുകെട്ട്, അസുരവിത്ത്, അറബിപ്പൊന്ന്. രണ്ടാമൂഴം എന്ന് പറയുമ്പോൾ തന്നെ ഭീമൻ മനസ്സിലേക്ക് കയറി വരണം. അത് സിനിമയാക്കണമെന്നൊക്കെ പറഞ്ഞതാണ് അല്ല. ഭീമനായിട്ട് മോഹൻലാൽ വരണം, സുരേഷ് ഗോപി വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയൊക്കെ ആയിരുന്നു. വാരണാസി, ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടേടത്തി. ഓക്കെ, പ്രധാന കഥാപാത്രങ്ങൾ രണ്ടാമൂഴം ഭീമൻ, മഞ്ഞ് വിമല, കാലം സേതു. അപ്പോ 1958 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത നോവൽ നാലുകെട്ട്. 70 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തതോ കാലം. ഇനി 85 വയലാർ പുരസ്കാരം നേടിക്കൊടുത്തത് രണ്ടാമൂഴം. 93 ഓടക്കുഴൽ പുരസ്കാരം നേടിയെടുത്തത് വാനപ്രസ്ഥം. വള്ളത്തോൾ പുരസ്കാരം 2005 എഴുത്തച്ഛൻ പുരസ്കാരം 2011 പത്മഭൂഷൺ 2005 ലേറ്റസ്റ്റ് ആയിട്ട് കേരള ജ്യോതി പുരസ്കാരം 2022 ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ MTയുടെ നിരവധി സിനിമകൾ എന്ത് ചെയ്തിട്ടുണ്ട്. MTയുടെ നിരവധി സിനിമകൾ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് സിനിമകൾ, ഇപ്പൊ വടക്കൻ വീരഗാഥ ആയിക്കോട്ടെ, പഴശ്ശി രാജ ആയിക്കോട്ടെ അല്ലെ, ഒക്കെ ഒരുപാട് സിനിമകൾ വൻ ഹിറ്റായിട്ടുണ്ട്. മിക്ക സിനിമകളിൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി നായകനായിട്ടുള്ള സിനിമകളാണ് ഇദ്ദേഹത്തിന്റെ മിക്ക സിനിമകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇദ്ദേഹത്തിന് 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്
ഓക്കെ, അതായത് ഈ പറയുന്ന ശരിക്കും നമ്മുടെ കേരള പുരസ്കാരം എന്ന് പറയുന്നത് പത്മ പുരസ്കാരത്തിനും അതേ മാതൃകയിൽ ഏർപ്പെടുത്തിയ ഒരു പുരസ്കാരമാണ് അല്ലെ. അതായത് എല്ലാ വർഷവും നവംബർ 1-ന്, അതായത് കേരള പിറവി എന്നാണോ അതേ ദിവസമാണ് ഈ പുരസ്കാരം പ്രഖ്യാപിക്കപ്പെടുന്നത്. പത്മവിഭൂഷണ് സമമായിട്ട് കേരള ജ്യോതി പുരസ്കാരം, പത്മഭൂഷന് സമാനമായിട്ട് കേരള പ്രഭ, പത്മശ്രീക്ക് സമാനമായിട്ട് കേരളശ്രീ. അപ്പൊ 2022 ഈ പുരസ്കാരം ആദ്യമായിട്ട് നൽകപ്പെട്ടപ്പോൾ അവിടെ കേരള ജ്യോതി പുരസ്കാരം നേടിയ ഏക വ്യക്തിയാണ് എന്തെന്ന് പറയുന്നത് MT വാസുദേവൻ നായർ. എന്നാൽ ഈ പറയുന്ന കേരള പ്രഭ പുരസ്കാരം അതേ വർഷം തന്നെ നേടിയ വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത്, മമ്മൂട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന MT വാസുദേവൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് സിനിമ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അതൊന്നും നമ്മളിപ്പോ പറഞ്ഞാൽ തീരത്തില്ല, അത്രമാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ മിക്ക നോവലുകളും സിനിമയാക്കി എടുത്തിട്ടുണ്ട് അല്ലെ, ഒരുപാട് സിനിമകളാക്കി എടുത്തിട്ടുണ്ട്. മിക്ക നോവലുകളും മിക്ക എഴുത്തുകുത്തുകളും എല്ലാം സിനിമയാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ ശരി. എനിക്ക് തോന്നുന്നു 2018 ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന ONV സാഹിത്യ പുരസ്കാരവും ഒക്കെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ONV കുറുപ്പാണ്. മലയാളത്തിന്റെ കാവ്യസൂര്യൻ. അതായത് ഇദ്ദേഹം പ്രകൃതിയോട് ഇണങ്ങിയുള്ള, പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു സാഹിത്യ രചനയാണ് ONV കുറുപ്പിൻ്റെത്. മലയാളത്തിലെ കാവ്യസൂര്യൻ എന്നറിയപ്പെടുന്നു. 2007 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന വേളയിൽ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ഭൂമി എന്ന ഈ വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരു അംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകും, അതാണ് എൻ്റെ കവിത എന്ന് അഭിപ്രായപ്പെട്ടു. ഇനി ഇദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1931 കൊല്ലം ജില്ലയിലെ ചവറയിൽ. ഇദ്ദേഹത്തിന്റെ പ്രധാന കവിതകളും കേരള PSC ചോദ്യങ്ങളായിട്ടുണ്ട്. ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഉപ്പാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഉപ്പ് പ്രധാനപ്പെട്ട ഇതെല്ലാം കവിതാ സമാഹാരങ്ങളാണ് കേട്ടോ. ഒരു ഒറ്റ കവിതയല്ല, ഒരുപാട് കവിതകൾ ചേർത്ത് ഒരു കവിതാ സമാഹാരമാണ് ഇതെല്ലാം. അപരാനം. ഓക്കെ, ഇനി ഭൂമിയോട് ഇണങ്ങി ജീവിച്ചില്ലെങ്കിൽ നാം നേരിടാൻ പോകുന്ന ദുരന്തങ്ങളെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഇദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ളത്. ഓക്കെ, ഇനി 1971 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് നേടിക്കൊടുത്ത കവിതാ സമാഹാരം അഗ്നിശലഭങ്ങൾ. 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് നേടിക്കൊടുത്ത കവിതാ സമാഹാരം അക്ഷരം. 82 ഉപ്പ് എന്ന കവിതയ്ക്ക് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചു. പത്മശ്രീ 1998 നേടി. വള്ളത്തോൾ പുരസ്കാരം 2006 എഴുത്തച്ഛൻ പുരസ്കാരം 2007 പത്മഭൂഷൺ 2011 ലഭിച്ചു. ഇദ്ദേഹം അന്തരിക്കുന്നത് 2016. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്ക്, നമ്മളിപ്പോ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ വർഷം ഓർത്തില്ലെങ്കിലും ഈ പറയുന്ന ഏത് കൃതിയുമായി ബന്ധപ്പെടുത്തിയാണ് അത് വന്നിരിക്കുന്നത് എങ്കിലും ഓർത്തിരിക്കേണ്ടതാണ്. എനിക്കറിയാം ബുദ്ധിമുട്ടാണ്, ബട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് സിലബസിൽ. പക്ഷെ നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും PSC പഠിച്ചിട്ടുള്ള ചോദ്യങ്ങളും PSCയുടെ ട്രെൻഡ് എന്താണ് ഈ ചോദ്യ രീതിയിൽ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ, ഒരു തവണ വായിച്ചാൽ മതി. 1-2 തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ചോദ്യം വരുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടിക്കോളും. ഓക്കെ ശരി. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാം. ONV കുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മലയാളത്തിന്റെ കാവ്യസൂര്യൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായ വരികൾ നമ്മൾ അറിഞ്ഞു. ഇനി 1931 ചവറയിൽ അദ്ദേഹം ജനിക്കുന്നത്. ജ്ഞാനപീഠം 2007 ലഭിച്ചു. പ്രധാന കവിതകൾ ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം, കറുത്ത പക്ഷിയുടെ പാട്ട്, ഉപ്പ്, ഏറ്റവും പ്രധാനം അപരാനം. ഇനി ഭൂമിയോട് ഇണങ്ങി ജീവിച്ചില്ലെങ്കിൽ, അതായത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെടുത്തി മുന്നറിയിപ്പ് നൽകുന്ന അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ് ഭൂമിക്കൊരു ചരമഗീതം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കവിതാ സമാഹാരം അഗ്നിശലഭങ്ങൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തത് അക്ഷരം. 82 വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഉപ്പ്. പത്മശ്രീ 98 ലഭിച്ചു. വള്ളത്തോൾ പുരസ്കാരം 2006 എഴുത്തച്ഛൻ പുരസ്കാരം 2007 ലഭിച്ചു. പത്മഭൂഷൺ പുരസ്കാരം 2011, ശേഷം 2016 അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ് അല്ലെ. ONV ശരിക്കും പറഞ്ഞാൽ എന്താണ് ഏറ്റവും ഒരു
കമ്മ്യൂണിസ്റ്റ് ചായ്വുള്ള ഒരു വ്യക്തിയായിരുന്നു. പണ്ട് അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ASF എന്ന് പറയുന്ന ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതായത് CPIയുടെ വിദ്യാർത്ഥി സംഘടനയുമായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ONV കുറുപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അതൊക്കെ അറിയോ നിങ്ങൾക്ക്? ശരി, അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ്. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, അതായത് ജ്ഞാനപീഠം നേടുന്ന 6ാമത്തെയും നിലവിൽ അവസാനത്തെയും വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. മരിച്ചുപോയി. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം, ഇത് നമ്മൾ മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമയില് അല്ലെ കേൾക്കുന്നുണ്ട്. അന്ന് നമ്മൾ വിചാരിച്ചു അത് ആ സിനിമയിലെ ഒരു ഡയലോഗാണെന്ന്. അല്ല, പ്രസിദ്ധമായ വാരി എഴുതിയിരിക്കുന്നത് അക്കിത്തം എന്നറിയപ്പെടുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ജനനം 1926 പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിലാണ്. പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരാണ് കേട്ടോ. ഇനി ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത് 2019. ഇദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും അറിഞ്ഞിരിക്കണം. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഭാഗവതം, നിമിഷ ക്ഷേത്രം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, മനസ്സാക്ഷിയുടെ പൂക്കൾ, ഓക്കെ, നിമിഷ ക്ഷേത്രം വീണ്ടും കയറി വന്നിട്ടുണ്ട്, പഞ്ചവർണ്ണക്കിളി, അരങ്ങേറ്റം, മധുവിധു, ഒരു കുല മുന്തിരിങ്ങ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. ഇതില് എല്ലാം നമ്മൾ നോക്കുമ്പോഴും PSC ബുള്ളറ്റിനിൽ എടുത്തു വന്നിട്ടുള്ള, ഒന്നിലധികം തവണ എടുത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസവും ഇടിഞ്ഞു പൊളിഞ്ഞ ലോകവുമാണ്. പിന്നെ നിമിഷ ക്ഷേത്രവും ചോദിച്ചിട്ടുണ്ട് PSC ബുള്ളറ്റിനിൽ ഒന്നിലധികം തവണ കണ്ടിട്ടുള്ള കാര്യമാണ് 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, നിമിഷ ക്ഷേത്രം എന്നുള്ളത്. ഓക്കെ, ഈ 3എങ്കിലും പിന്നെ ബലിദർശനവും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഈ 4എങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. 1971 കണ്ടോ ബലിദർശനം, അതായത് 71 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 73 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് ബലിദർശനം. അതുകൊണ്ടാണ് അത് ഓർത്തു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി വള്ളത്തോൾ പുരസ്കാരം 97 അദ്ദേഹത്തിന് ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം 2008 ലഭിച്ചു. 2012 വയലാർ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്ത കൃതിയാണ് അന്തിമഹാകാലം. അന്നത്തെ കേരള PSC ചോദ്യമായിരുന്നു കേട്ടോ. ഇനി പത്മശ്രീ 2017 ലഭിച്ചു. അദ്ദേഹം അന്തരിച്ചത് 2020. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ മറക്കരുത്, വിശ്വദർശനം ആരുടെയാണ്? വിശ്വദർശനം ആരുടെയാണ്? വിശ്വദർശനം. അപ്പൊ ഈ പറയുന്ന നമ്മൾ ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്ന വിശ്വദർശനം. ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കയറി വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് SK പൊറ്റക്കാടിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന വരി. 1926 പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിൽ ജനിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2019. നിങ്ങൾ പഠിക്കേണ്ടത് ഇത് മാത്രം പഠിച്ചാൽ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, അതുപോലെ തന്നെ നിമിഷ ക്ഷേത്രം, ബലിദർശനം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, ഇത്രയും നിങ്ങൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. ബാക്കിയുള്ളത് വായിച്ചു വിട്ടാൽ മതി. 71 കേരള സാഹിത്യ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ പുരസ്കാരവും ഇത് നേടിക്കൊടുത്തു. വള്ളത്തോൾ പുരസ്കാരം 1997 ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം 2008. 2012 വയലാർ പുരസ്കാരം നേടിക്കൊടുത്തത് അന്തിമഹാകാലം. പത്മശ്രീ 2017 തുടർന്ന് 2020 ഇദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ 6 പേരെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചിട്ടുള്ളത്. 6 പേരെ കുറിച്ച് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. തകഴി ഉൾപ്പെടെ 6 പേരെ കുറിച്ച് അല്ലെ? ഓക്കെ, അപ്പോ വീണ്ടും G ശങ്കരക്കുറുപ്പിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. എവിടെ നിന്ന് ആരംഭിച്ചോ അവിടെ തന്നെ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, മലയാളത്തിൽ ആകെ 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ഹിന്ദിയാണ് ഏറ്റവും കൂടുതൽ തവണ ഹിന്ദി ഭാഷയ്ക്കാണ് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു 11 തവണയാണ് തോന്നുന്നു. എന്നാൽ ഒരു പ്രാദേശിക ഭാഷ എന്നെടുത്ത് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ലഭിച്ചിരിക്കുന്നത് കന്നഡയ്ക്കാണ്. കന്നഡ. ഓക്കെ, കന്നഡ കഴിഞ്ഞാലാണ് മലയാളം കേട്ടോ. കന്നഡ കഴിഞ്ഞാൽ മലയാളം. കന്നഡയ്ക്ക് എത്രയാണെന്ന് ഓർമ്മയില്ല, ബട്ട് ഏറ്റവും കൂടുതൽ ഹിന്ദി, അത് കഴിഞ്ഞാൽ കന്നഡ, അത് കഴിഞ്ഞാൽ മലയാളവും ബംഗാളി ഭാഷയ്ക്കും 6 വീതമുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക് യു.